ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റിയുടെ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നൈറ്റിയുടെ കട്ട് പീസിൽ നിന്ന് ബാക്കിയൊന്ന കട്ട് പീസിൽ നിന്ന് ഞാൻ 11 ഇഞ്ച് ലെങ്ത്തിലും 4 ഇഞ്ച് വിഡ്ത്തിലും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ വെക്കാനുള്ള പീസാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ സെയിം തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അരിക് നമ്മൾ മടക്കി വെച്ച് തേച്ചെടുത്തേക്കണം ചെയ്യണം. ഈ പീസ് നമ്മുടെ ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ളത്ര കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 11 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തേക്കണത് തയ്യൽ തുമ്പോടുകൂടി. എന്നിട്ട് ഞാനിത് ജോയിൻ ചെയ്തെടുക്കേണ്ട ചെയ്യണേ. അപ്പോൾ ഞാനിത് അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അരികൊക്കെ മടക്കി തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കണം. സെൻറ്ററിൽ എന്നിട്ട് വേണം നമുക്ക് ലേസ് പിടിപ്പിക്കാൻ. ഇത് ബിഗിനേഴ്സിനും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ ചെയ്ത് കാണിക്കണേ കേട്ടോ. എന്നിട്ട് ഞാൻ ആ സെൻറ്റർ അടിച്ചത് തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലേസ് വെച്ച് അടിക്കുമ്പോൾ അധികം കട്ടി തോന്നില്ല. എന്നിട്ട് ഈ ജോയിൻറ്റിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ലേസ് വെച്ച് കൊടുക്കേണ്ട ചെയ്യണത്. അപ്പോൾ ഈ സെൻറ്ററിൽ ഞാൻ 2 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻറ്റിൻ്റെ ഒരു വശത്ത് ആദ്യം ഒരു ലേസ് വെച്ച് അടിച്ച് അത് കഴിഞ്ഞിട്ട് ആ ജോയിനിൻ്റെ അപ്പുറത്തും ഇതേപോലെ ആ ലേസ് വെച്ച് തന്നെ അടിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ലേസ് വെച്ച് അടിക്കുമ്പോൾ ഈ താഴത്ത് മടക്കി വെക്കണ തയ്യൽ തുമ്പൊക്കെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ലേസോട് കൂടിയാണ് നമ്മൾ മടക്കി വെക്കണത്. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയറും ഞാൻ ഇതേപോലെ സെൻറ്ററിൽ കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലേസിൻ്റെ 2 വശത്തും ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പോൾ ലേസ് നല്ല കറക്റ്റായിട്ട് തന്നെ അവിടെ പിടിച്ചിരുന്നോളൂ. ഇപ്പോൾ ലേസിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേസുമ്പോൾ 4 സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇനി ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് ഇത് നമ്മൾ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാനുള്ള പീസാണ്. അപ്പോൾ ഇനി ബാക്കി നമ്മൾ നൈറ്റിയുടെ പീസും വേണം ഇതിഞ്ഞത് അടിച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നൈറ്റിയുടെ ബോഡി പാർട്ട് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഈ നൈറ്റിയുടെ ഈ പീസിൻ്റെ അരികു മടക്കി തേച്ച് വെച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലേസ് അതിൻ്റെ മുകളിൽ അതുപോലെ വെച്ചെടുത്താൽ മതി. ഇനിയിപ്പം തേച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് തയ്ച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ തേച്ചതാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതൊന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റിച്ച് മുകളിൽ വന്നെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മീതെ നമ്മൾ ലേസ് വെക്കണതുകൊണ്ട് ആ സ്റ്റിച്ച് കാണൂല. ഇതുപോലെ തന്നെയാണ് നമ്മൾ മടക്കി വെച്ചിരുന്നത്. അപ്പോൾ അത് ആ ലേസ് വെച്ചിരുമ്പോൾ സെൻറ്ററിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ ഞാൻ നൈറ്റി പീസ് എടുത്തിട്ടുണ്ട്, നൈറ്റിയുടെ ബോഡി പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് നെക്ക് ഞാൻ ഒപ്പം ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇഞ്ച് അകലത്തിൽ ബാക്ക് നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 6 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഫ്രണ്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു 1/2 ഇഞ്ച് കയറ്റി വെക്കണം കേട്ടോ. 5.5 ഇഞ്ചിൽ നമുക്കിവിടെ ഈ പീസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് പീസ് വെച്ചിട്ട് നമ്മൾ ആ ലേസിൻ്റെ ആ ഭാഗത്തായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ നെക്ക് വെട്ടിയെടുക്കണേണ്. ഇപ്പോൾ ഇത് 6 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് നെക്ക് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നെക്കും കൂടി വെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പീസ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, സെൻറ്ററൊന്നും മാറിപ്പോകില്ല. എന്നിട്ട് ഈ പീസ് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ പീസ് വയ്ക്കുമ്പോൾ ചെരിഞ്ഞു വേണ്ടൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ചെരിഞ്ഞു പോയാൽ നമ്മൾ അതുപോലെ തന്നെ അടിക്കും. ലാസ്റ്റ് നൈറ്റ് ഇട്ട് വരുമ്പോൾ ആ പീസിൻ്റെ ചെരിവ് വ്യക്തമായിട്ട് കാണുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ 2 പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ പീസ് ആ നൈറ്റിമ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ അതിൻ്റെ മീതെ വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ലേസ് വെച്ചിട്ട് ഈ പീസ് അടിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയാൽ അത് ബുദ്ധിമുട്ടാവും. അതിൻ്റെ വൃത്തികേട് ആ നൈറ്റിൽ അത് കാണും. അതുകൊണ്ട് ഞാൻ ഈ പീസ് നൈറ്റിമ ആദ്യം തന്നെ വെച്ചടിച്ചെടുക്കണം.
അപ്പോൾ ഈ സ്റ്റിച്ചൊന്നും നമ്മൾ അഴിച്ചു കളയേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ഇതിൻ്റെ മീതെ നമ്മൾ ഇനി ലേസ് വെച്ച് അടിച്ചു കൊടുക്കും. പിന്നെ ഇതിങ്ങനെ ചുറ്റിനും വെച്ച് അടിച്ചു കൊടുക്കാനുള്ളതാണ്. ആ ഷേപ്പിൽ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ ലേസിൻ്റെയും രണ്ടരികത്തും നമ്മൾ അടിക്കണം കേട്ടോ. ആദ്യം ഈ അരികത്ത് കൂടെ ആ തുണിയുടെ നമ്മൾ പീസ് വെച്ച് കൊടുത്തില്ലേ, ആ പീസിൻ്റെ മുകളിൽ കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ ഈ പോയിൻ്റ് വരുമ്പോൾ നമ്മൾ മടക്കൊന്നും വെച്ച് കൊടുക്കണ്ട, അവിടെ ഫ്ലീറ്റൊന്നും ഇട്ട് കൊടുക്കണ്ട. ആ കറക്റ്റ് പോയിൻറ്റിൽ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ പ്രഷർ ഫുട്ടൊന്ന് പൊക്കിയിട്ട് ആ ലേസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ സ്റ്റിച്ച് അടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലീറ്റ് അവിടെ കിട്ടും. ആ ഫ്ലീറ്റ് അതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഷേപ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, എല്ലാ മൂലയും ഞാൻ സൂചി കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് ഇതേപോലെ തിരിച്ചിരിച്ച് കൊടുക്കണ ചെയ്യണത്. ഇനി ഇതിൻ്റെ മീതെ കൂടി ഒരടിയും കൂടി അടിക്കുമ്പോൾ വേണം നമ്മൾ ആ കോർണറിലുള്ള ആ ചുരുക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതൊരു പോയിൻ്റായിട്ടേ കിട്ടുള്ളൂ. നമുക്കത് കറക്റ്റായിട്ട് തന്നെ ആ പോയിൻ്റ് കറക്റ്റ് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു ചുരുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കാൻ. ഇതേപോലെ കുത്തി നിർത്തി തിരിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ചുരുക്ക് അതിനകത്ത് വീഴും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 3 കോർണർ നമ്മൾ സൂചി കുത്തി നിർത്തി അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ലേസിൻ്റെ വർക്ക് കഴിയും. സിമ്പിളായിട്ടുള്ള പാറ്റേണാണ്. തയ്യൽ പഠിച്ചു തുടങ്ങുന്നവർക്കും ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമ്മൾ ആ പീസ് വെട്ടിയെടുത്ത് നമുക്ക് ആ ഷേപ്പ് ഇഷ്ടമുള്ള ഷേപ്പിൽ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഫ്രണ്ടിൽ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂടുതൽ വന്ന ലേസും പിന്നെ ആ ഫ്രണ്ടിലെ ഭാഗം നമ്മൾ നേരെ കട്ട് ചെയ്തേക്കണം. അതാണ് നെക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടാണ് നമ്മൾ നെക്ക് പീസ് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. നെക്ക് പീസ് വെച്ച് അടിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ക്യാൻവാസൊന്നും ഇല്ലാണ്ട് നെക്ക് അടിച്ചെടുക്കണേട്ടോ ചെയ്യണത്. ക്യാൻവാസ് വെച്ച് അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ക്യാൻവാസ് ഇല്ലാണ്ട് ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിനുവേണ്ടി ഞാനിവിടെ നെക്കിൻ്റെ ഷേപ്പിൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതും ആ പോയിൻ്റ് എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി തിരിച്ച് നമ്മൾ അടിക്കണം കേട്ടോ. എപ്പോഴും നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ സാവധാനം സൂചി കുത്തി നിർത്തേണ്ടടുത്ത് കുത്തി നിർത്തിയൊക്കെ വേണം തയ്ക്കാൻ. അതൊരിക്കലും സ്പീഡിൽ അടിച്ചു പോകരുത്. എന്നിട്ട് ആ 3 പോയിൻറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ 3 പോയിൻറ്റും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിക്കേണ്ട ചെയ്യണത്. അപ്പോൾ നൈറ്റിക്ക് മുകളിൽ കൂടെ സ്റ്റിച്ച് കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഈ നെക്കിന് 2 സ്റ്റിച്ച് കൊടുക്കണുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഫേസിങ്ങിന് അത്യാവശ്യം ഒരു 1 ഇഞ്ചോളം വീതിയുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് വീതി വന്നാലുണ്ട് ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കണുണ്ട്. ഇതുപോലെ മടക്കി വെച്ചിട്ട് ആദ്യം അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചും ഒരു 3/4 ഇഞ്ച് നീക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നൈറ്റി ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് വന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ തന്നെയായിരിക്കും നല്ലത്. ഹെമ്മിങ് ചെയ്യണമെങ്കിലും നല്ലത് സ്റ്റിച്ച് ചെയ്തെടുക്കണതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റിച്ചിങ് ഒക്കെ വരണാനുണ്ട്. ഒരു കാരണവശാലും സ്റ്റിച്ച് വിട്ടുപോവുകയോ കീറിപ്പോവുകയോ ഒന്നും ചെയ്യൂല. നല്ല ഉറപ്പും കിട്ടും. അപ്പോൾ ഇത് ഞാൻ അരികത്ത് കൂടെ ആദ്യത്തെ സ്റ്റിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ മുകളിൽ കൂടെ തന്നെ ഒരു 3/4 ഇഞ്ച് നീക്കി രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ കൊടുക്കണുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ ഡിസൈൻ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.